തീവ്രവാദത്തിനെതിരെയുള്ള യുദ്ധം ഇസ്രായേൽ കൂടുതൽ വ്യാപിപ്പിക്കുകയാണ്. ലെബനോനിലേക്കും സിറിയയിലേക്കുമെല്ലാം കരയുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇസ്രായേൽ. ഇതിനോട് ഇന്ത്യയുടെ നിലപാട് എന്തായിരിക്കും? അല്ല, പ്രീത പറഞ്ഞതിനകത്ത് ചെറിയൊരു കറക്ഷനുണ്ട്. ലെബനോണിലേക്കും സിറിയയിലേക്കും കരയുദ്ധം ആരംഭിച്ചിട്ടില്ല. ലെബനോണിൽ ലിമിറ്റഡ് ആൻഡ് ടാർഗറ്റഡ് വാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പരിമിതവും ചില ലക്ഷ്യങ്ങളെ ടാർഗറ്റ് ചെയ്തുള്ള യുദ്ധം ലെബനനിൽ ആരംഭിക്കുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് പറയാം. അതിനു മുമ്പ് ഇന്ത്യയുടെ നിലപാട് വളരെ നിർണായകമാണ്. എനിക്ക് തോന്നുന്നു ഇന്ന് നമ്മുടെ മലയാള പത്രങ്ങളിലൊന്നും വലിയ കാര്യമായ വാർത്തയില്ല. കാരണം മലയാളത്തിലെ പത്രങ്ങൾക്കൊക്കെ ഈ ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും അനുകൂലമായ വാർത്തകളല്ലേ വരുള്ളൂ. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നെതന്യാഹുവിനെ, ഇസ്രയേലികളുടെ പ്രിയപ്പെട്ട ബീബി എന്നാണ് നെതന്യാഹുവിനെ വിളിക്കുന്നത്, ബീബിനെ ഫോണിൽ വിളിച്ചു. ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, തീവ്രവാദത്തിന് അല്ലെങ്കിൽ ഭീകരവാദത്തിന് ഇനി ലോകത്ത് ഇടമില്ല എന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? കാരണം ഭീകരവാദത്തിനെതിരായ യുദ്ധമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. 1948 ഇസ്രായേൽ എന്നുള്ള രാജ്യം ഉണ്ടാകുന്നത്. അതിനുശേഷം ആ രാജ്യം രൂപീകൃതമായതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഇവർക്ക് നേരെ ആക്രമണമാണ്. ഇപ്പോൾ 2024 എത്ര വർഷമായി അല്ലേ? അപ്പോൾ ഒരു രാജ്യത്തെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് സമീപ ഭാഗത്തുള്ള ഇതര രാജ്യങ്ങൾ, അത് ഇസ്ലാമിക രാജ്യങ്ങൾ തന്നെ പറയാം, ഒരു മടിയില്ല, ഇസ്ലാമിക രാജ്യങ്ങൾ സംയുക്തമായും ഒറ്റയ്ക്കും തെറ്റയ്ക്കും ഈ രാജ്യത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം അവരുടെ വിശുദ്ധ ഗ്രന്ഥമെന്ന് പറയുന്ന ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടത്രേ, ജൂതന്മാരെ ഭൂമിയിൽ നിന്ന് ഉന്മൂലനം ചെയ്യണം. അതിനുവേണ്ടിയുള്ള യുദ്ധമാണ്. എന്തൊക്കെ പേര് പറഞ്ഞിട്ടാണ് ഇവർ നടത്തുന്നത്. ആ യുദ്ധം അനുസ്യൂതം തുടരുകയാണ്. അപ്പോൾ ഒരു രാജ്യത്തിന്, ഒരു മനുഷ്യന് പോലും നിരന്തരം ഒരാളുടെ ആക്രമണത്തെ നേരിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഇപ്പോൾ പ്രീതി ഒരാളെങ്ങനെ ആക്രമിക്കാൻ വന്ന് നമ്മൾ ക്ഷമിക്കുന്നതിനൊരു പരിധിയുണ്ട്. ഒരാൾ വന്ന് ഭിത്തിയോളം വന്ന് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ പോകാനിടവില്ല, പിന്നെ തിരിഞ്ഞു നിന്നേ പറ്റുള്ളൂ. ഇസ്രായേൽ അങ്ങനെ തിരിഞ്ഞു നിൽക്കുകയാണ്. ഇനി ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യത്ത് ജീവിക്കണം, അതിനുവേണ്ടി ഞങ്ങളെ ആക്രമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെ, ഭീകരവാദ പ്രസ്ഥാനങ്ങളെ, ഭീകരസേനകളെ ഉന്മൂലനം ചെയ്യുമെന്ന് ഇസ്രായേൽ പരസ്യമായി പറഞ്ഞിരിക്കുന്നു. നോക്കൂ, ബീബി നെതന്യാഹു UN ജനറൽ കൗൺസിൽ പറഞ്ഞതെന്നറിയോ? ഹസൻ നസറുള്ളയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. നസറുള്ള ഒരു തീവ്രവാദി ആയിരുന്നില്ല. അത്ഭുതം തോന്നുന്നുണ്ടോ? ബെഞ്ചമിൻ നെതന്യാഹു പറയാം, നസറുള്ള ഒരു തീവ്രവാദി ആയിരുന്നില്ല. അത് കേട്ടപ്പോൾ ആളുകൾ ഞെട്ടിപ്പോയി. എന്നിട്ട് നെതന്യാഹു പിന്നെ പറഞ്ഞു, തീവ്രവാദം എന്ന് പറഞ്ഞാൽ അയാളായിരുന്നു. നസറുള്ള തീവ്രവാദിയായിരുന്നില്ല, പക്ഷെ തീവ്രവാദം, ടെററിസം എന്ന് പറയുന്നത് തന്നെ ഈ നസറുള്ളയായിരുന്നു. അപ്പോൾ രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഞാൻ തീവ്രവാദി എന്ന് പറയുന്നതും തീവ്രവാദം എന്ന് പറയുന്നത് ഞാനാണെന്ന് പറയുന്നതിൽ വലിയ വ്യത്യാസം, രാപ്പകൽ വ്യത്യാസമുണ്ട്. അങ്ങനെയാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ അതിൻ്റെ ഭാഗമായി അയാളെ ഉന്മൂലനം ചെയ്തു. അപ്പോൾ ഇപ്പോൾ തെക്കൻ ലെബനോൻ എന്ന് പറയുന്നത് 1982 മുതൽ ഇസ്രയേലിൻ്റെ അധീനതയിലുണ്ടായിരുന്ന സ്ഥലമായിരുന്നു. ഇസ്രയേലിൻ്റെ താല്പര്യം എന്ന് പറഞ്ഞാൽ വടക്കൻ ഇസ്രയേലിലേക്ക് നിരന്തരമായി ലെബനിൽ നിന്ന് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തുന്നു. ഇപ്പോൾ തന്നെ 70,000-ഓളം ഇസ്രയേലികൾ ഈ വടക്കൻ പ്രദേശങ്ങളിൽ നിന്ന് വിട്ടുമാറി ബെയ്റൂട്ടിലും മറ്റും പോയി, ടെല്ലവീവിലും മറ്റും പോയി താമസിക്കുകയാണ്. അതുകൊണ്ട് അവർക്ക് അവരുടെ വീടുകളിലേക്ക് വരാൻ പറ്റുന്നില്ല. നമ്മുടെ കാശ്മീരിൽ നിന്ന് പണ്ഡിറ്റുകളെ ഓടിച്ചതുപോലെ അവിടെ നിന്ന് ആളുകളെ ഓടിക്കുകയാണ്. അയൽവക്കത്ത് നിന്ന് നിരന്തരം മിസൈലും റോക്കറ്റും അയച്ചുകൊണ്ടിരുന്നാൽ സ്വന്തം രാജ്യത്ത് ഇസ്രായേലികൾക്ക് എങ്ങനെ ജീവിക്കാം, ജൂതന്മാർക്ക് എങ്ങനെ ജീവിക്കും? അപ്പോൾ അതിനുള്ള പരിഹാരം എന്ന് പറയുന്നത് ഈ ആക്രമണകാരികളിരിക്കുന്ന പ്രദേശം ക്ലീനാക്കുക. അതാണിപ്പോൾ ഇസ്രായേൽ ചെയ്യുന്നത്. അതിലവർ വിജയിച്ചു. അതൊരു ഘട്ടം കഴിഞ്ഞു. ഇനിയുള്ളത് ഈ പറയുന്ന പോലെ ഹമാസ് പോലെ തന്നെയാണ്. ഇസ്രായേലികളെ ഭയന്ന് അവരെ നേരിടാൻ വേണ്ടി വലിയ തോതിൽ ഭൂമിക്കടിയിലുള്ള ടണലുകൾ ഹിസ്ബുള്ളയെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഈ ടണലുകളിൽ കയറിയുള്ള ആക്രമണമാണ് ഇപ്പോൾ നടക്കുന്നത്. ചില പ്രദേശങ്ങൾ കീഴടക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ ടോക്ക് എടുക്കുമ്പോൾ കിറിയാത്ത് ഷമോണ എന്ന് പറയുന്ന വടക്കൻ മേഖലകളിൽ ഷെല്ലാക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്ന് ഇസ്രായേലിൻ്റെ ഡിഫൻസ് ഫോഴ്സിൻ്റെ ഒഫീഷ്യൽ അറിയിപ്പ് വന്നിട്ടുണ്ട്. അയ്യിൻ അൽ ഹിൽവെ എന്ന് പറയുന്ന പലസ്തീനി അഭയാർത്ഥി ക്യാമ്പുണ്ട് ലെബനോണിൽ, അത് കീഴടക്കി എന്ന് പറയുന്നു. അവിടെ ചില ഭീകര നേതാക്കന്മാരെ പിടികൂടിയിട്ടുണ്ടാവാം. അതിൻ്റെ ഒഫീഷ്യൽ വെർഷൻ വന്നിട്ടില്ല. ഇതാണ് ലെബനോണിൽ നടക്കുന്നത്. ഇതേസമയം തന്നെ ഇസ്രായേലിൻ്റെ ശത്രുക്കളായിട്ട് ഇറാൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്നവരാണ് സിറിയയിലെ ഹൂത്തികളുടെ സഹായത്തിന് നിൽക്കുന്ന 2 തുറമുഖങ്ങൾ. ഒന്ന് റാസീസ, ഗോദിദ എന്ന് പറഞ്ഞ 2 തുറമുഖങ്ങളിൽ ഇസ്രായേൽ ഇപ്പോൾ സിറിയയിൽ കയറി വിമാനാക്രമണം നടത്തി. അപ്പോൾ ഇതാണിപ്പോൾ ലോകത്ത് ഇപ്പോൾ ഉള്ള പുതിയ സിനാറിയോ എന്ന് പറയുന്നത്. ഒരേ സമയത്ത് ഗസയിൽ ആക്രമണം നടത്തുന്നു, ഏതാണ്ട് അത് കഴിഞ്ഞു. അവിടെ നിന്ന് സൈന്യത്തെ പിൻവലിച്ച് ലെബനനിലേക്ക് വിടുന്നു, സിറിയയിലേക്ക് വിമാനാക്രമണം നടത്തുന്നു. ഇത് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി നെതന്യാഹുവായിട്ട് സംസാരിക്കുന്നത്. നെതന്യാഹുവിനെ അങ്ങോട്ട് വിളിച്ചിട്ട്
അങ്ങോട്ട് വിളിക്കുക എന്ന് പറയുന്നത് നമ്മളൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരാളെ അങ്ങോട്ട് വിളിക്കുന്നതിനാ അവർക്കൊരു ഒരു പിന്തുണയാണ് വളരെ പ്രധാനപ്പെട്ടാണ്. നെതന്യാഹുവിനെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിളിച്ചിട്ട് പിന്തുണ പോലെ പറയുന്നു ഭീകരവാദത്തിന് ലോകത്തിന് ഇടമില്ല എന്ന് പറഞ്ഞാൽ ഇസ്രയേൽ അനുഭവിക്കുന്ന സമാനമായ അവസ്ഥ ഇന്ത്യ നേരിടുന്നുണ്ട്. അതിർത്തി കടന്ന് പാകിസ്ഥാൻ നിരന്തരമായി ഭീകരവാദികളെ ഇങ്ങോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളും ഇസ്രയേലിനെ പോലെ ജീവിക്കാൻ വേണ്ടി സമാധാനത്തോടെ നമ്മുടെ ജനതയ്ക്ക് കഴിയാൻ വേണ്ടിയുള്ള യുദ്ധത്തിൽ, നിഴൽ യുദ്ധത്തിൽ കാലങ്ങളായി ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. ഇന്ത്യയും ഇസ്രയേലിൻ്റെയും പ്രശ്നങ്ങൾ ഏതാണ്ട് സമാനമാണ്. അതുകൊണ്ട് ഭീകരവാദത്തിന് ലോകത്ത് ഇനി ഇടമില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ പച്ച മലയാളം എന്താ? അളിയ ബീവി അടിച്ചോ, ഞാൻ കൂടെയുണ്ട് എന്നല്ലേ? അല്ലേ? ഭീകരവാദത്തിന് ഇടമില്ല എന്ന് നെതന്യാഹുവിനോട് പറയും എന്ന് പറഞ്ഞാൽ വെച്ച് കാച്ചിക്കോ എന്ന് പറയുകയാണ് മോദി. പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇപ്പം ഇസ്രയേലിൽ ഉപയോഗിക്കുന്ന ആയുധങ്ങളിൽ ഇത് അമേരിക്കയുടെ ആയുധങ്ങളാണ് പ്രധാനപ്പെട്ട ആയുധങ്ങൾ. പക്ഷേ മോട്ടോർ ഷെല്ലുകൾ, വെടിയുണ്ടകൾ, ഇതൊക്കെ ഏറ്റവും കൂടുതൽ സപ്ലൈ ചെയ്യുന്നത് ഇന്ത്യയാണ്. അപ്പോൾ ഈ ഭീകരവാദികളെ കൊന്നൊടുക്കുന്നത് ഇന്ത്യൻ ആയുധങ്ങൾ കൂടിയാണ്. ലോകത്തെമ്പാടുമുള്ള ഭീകരവാദികൾക്ക് തമ്മിൽ ഒരു കണക്ഷനുണ്ട്. പാകിസ്ഥാൻ ഇവരുമായിട്ട് ബന്ധമുണ്ട്. ഇറാനിലെ തീവ്രവാദികളാണല്ലോ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത്, ഹൂത്തികളെന്നും പറയുന്നത്. അപ്പോൾ ഇവരെയൊക്കെ ആക്രമിക്കാൻ ഇന്ത്യൻ ആയുധങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ത്യ അൺലിമിറ്റഡ് ആയിട്ട് ഒരു പിന്തുണ ആർക്ക് കൊടുക്കുകയാണ്? ഇസ്രയേലിന് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് ഇതൊരു വാർത്തയാവേണ്ടതാണ്. പക്ഷേ ഇന്ത്യയിലെ മറ്റു ഭാഷകളിലെ പത്രങ്ങളിലൊക്കെ ഉണ്ട്, മലയാളത്തിൽ മാത്രമില്ല. അല്ല, പകൽ പോലെ വ്യക്തമാണ് ഇസ്രായേൽ ഭീകരവാദത്തിനെതിരെയാണ് പോരാടുന്നത്. എന്നിട്ടും നമ്മുടെ മലയാളത്തിലെ മാധ്യമങ്ങളും പല പ്രമുഖരും എല്ലാം ഇസ്രായേലിനെ കുറ്റപ്പെടുത്തുന്ന രീതിയിലാണ് പ്രതികരിക്കുന്നത്. ഇസ്രായേലിനെ ഇപ്പോൾ ആരും കുറ്റപ്പെടുത്തുന്നില്ലല്ലോ. ഹിസ്ബുള്ളയെ കൊന്നിട്ട് ആരെങ്കിലും, ഹിസ്ബുള്ളയെ തകർത്തിട്ട് നസറുള്ളയെ കൊലപ്പെടുത്തിയപ്പോൾ ആരെങ്കിലും ഇവിടെ അപലപിച്ചോ? ഇല്ല. പഴയ നിലവിളിയൊന്നുമില്ല. കാരണം എന്താ അറിയോ? എന്താ? അവർക്കും ബോധ്യപ്പെട്ടതാണോ? അല്ല, അതാണ് കാര്യം. കാരണം കേരളത്തിലെ മുസ്ലിങ്ങളിലെ മഹാഭൂരിപക്ഷം സുന്നികളാണ്. ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഷിയകളാണ്. അപ്പോൾ ഈ ലോകത്ത് ഷിയകളും സുന്നികളും തമ്മിൽ അടിയോടടിയാണ്. ഇറാനും ഇറാഖും തമ്മിൽ പതിറ്റാണ്ടുകൾ യുദ്ധം നടന്നത് ഷിയ സുന്നി യുദ്ധമാണ്. അപ്പോൾ 4 ഷിയ ഇങ്ങനെ ചാവുന്ന ചത്തോട്ടെ. അല്ല, ഇവർ രണ്ടുപേരും ഇസ്ലാം മത വിശ്വാസികളല്ലേ? ഇസ്ലാം മത വിശ്വാസികളാണ്. പക്ഷെ തമ്മിൽ കണ്ടാ കൊല്ലു. അതാണ് ഇസ്ലാമിൽ. ജൂതന്മാർക്കെതിരെ ഇവർ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുകയാണ്. അങ്ങനെയല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഏറ്റവും തമാശ എന്ന് പറയുന്നത് ഈ ഗസയിലെ പലസ്തീനികൾ അവർ സുന്നികളാണ്. എന്തുകൊണ്ടാണ് ലോകത്തിലെ ഏറ്റവും വലിയ സുന്നി രാജ്യങ്ങളായ സൗദി അറേബ്യ, അവിടെയാണല്ലോ ഇസ്ലാം ഉണ്ടായത്, സൗദി അറേബ്യ മിണ്ടുന്നില്ല. ഞങ്ങൾക്ക് ഇതൊന്നും നേരെ ഒന്നുമില്ലെന്നാണ് അവിടുത്തെ ഭരണകൂടം പറയുന്നത്. UAE എന്ത് പറയുന്നു? ഒന്നും മിണ്ടുന്നില്ല. എന്തിനാ? അബുദാബിയിൽ പലസ്തീൻ എഴുതിയിട്ട് ഒരു പെൺകുട്ടി, അബുദാബി ഒരു ലണ്ടനിൽ നിന്നുള്ള ഒരു ജേർണലിസ്റ്റ്, മുസ്ലിം ജേർണലിസ്റ്റ്, പലസ്തീൻ എഴുതിയ ഒരു ടീഷർട്ട് ഇട്ട് അബുദാബി എയർപോർട്ടിൽ ഇറങ്ങി. ഇമിഗ്രേഷൻകാർ അവളെ പിടിച്ചുകൊണ്ടൊരു മുറി കൊണ്ടുപോയി 5 തവണ ചെക്ക് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പട്ടാളം വന്നിട്ട് പറഞ്ഞു, നിങ്ങൾ യാത്രയാണെങ്കിൽ ഒന്നെങ്കിൽ ഈ പലസ്തീൻ എഴുതിയ ടീഷർട്ട് ഊരണം, അല്ലെങ്കിൽ ഇത് മറച്ചു വെക്കണം. എവിടെയാണ്? അബുദാബിയിൽ. വന്നിരിക്കുന്ന മുസ്ലിം ജേർണലിസ്റ്റ്, ലണ്ടനിൽ നിന്നുള്ളവർ. അവൾക്ക് ഈ ടീഷർട്ട് ഇട്ട് യാത്ര ചെയ്യാൻ സമ്മതിച്ചില്ല. അത് ഊരി മാറ്റി വേറെ ഇടിച്ചിട്ടാണ് അബുദാബി ഫ്ലൈറ്റ് ഇറങ്ങാൻ സമ്മതിച്ചത്. എങ്ങനെയുണ്ട്? നമ്മുടെ ഇന്ത്യയിലാണെങ്കിൽ എന്തെല്ലാം ബഹളം ഉണ്ടാകുമായിരുന്നു. പലസ്തീൻ എന്ന് പറഞ്ഞ് നിരോധിച്ചു. അപ്പം ഗൾഫ് രാജ്യങ്ങൾക്ക്, സുന്നി രാജ്യങ്ങൾക്ക് പോലും ഇത് പലസ്തീൻ വിഷയത്തിൽ ഇടപെടാൻ നേരമില്ല. അപ്പോഴാണ് ചുമ്മാതിരുന്ന ഇറാൻ കയറി, ഷിയയായിരുന്ന ഇറാൻ കയറി മാന്തി ഈ പണി മേടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒന്നും ആലോചിച്ച് നോക്കൂ. ഇറാനെ സംബന്ധിച്ച് നമ്മൾ മറ്റേ ഗർവാസിസ് ആശാൻ്റെ കഥയില്ലേ, മറ്റേ സിനിമയിലെ റാംജി റാവുലെ ആശാൻ പിന്നെയും ക്ഷമിച്ചിരിക്കുന്നു പറഞ്ഞാൽ ഇറാൻ കുറേ ആയിട്ട് ക്ഷമിച്ചുകൊണ്ടിരിക്കുക. ഇറാന് പറ്റുന്ന അബദ്ധങ്ങളാണ്. ഇറാൻ്റെ പ്രസിഡന്റ് ചത്തുപോയി ഇല്ലേ, വിമാനം തകർന്ന്, റൈസി മരിച്ചു. അതിനുശേഷം പുതിയ പ്രസിഡന്റ് പെഷസ്കിയാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങിന് ഹനയ്യ എന്ന് പറയുന്ന ഹമാസിൻ്റെ തലവനെ ക്ഷണിച്ചു. ഹനിയയെ അവരുടെ ഏറ്റവും VIP ഗസ്റ്റ് ഹൗസിൽ താമസിപ്പിച്ചു. അവിടെ വെച്ച് അയാൾ കൊല്ലപ്പെട്ടു. അത് ഒരു രാജ്യം ക്ഷണിച്ചു കൊണ്ടുവന്ന അതിഥിയെ ആ രാജ്യത്ത് വെച്ച് കൊല്ലുക എന്ന് പറഞ്ഞാൽ അത്ര വലിയ അപമാനം വേറൊന്നുമില്ല. ഇപ്പം ഹിസ്ബുള്ളയെ മുഴുവൻ തീർത്തു, ഹൂതികളെ തീർത്തുകൊണ്ടിരിക്കുന്ന ഇറാൻ ഇങ്ങനെ നിരന്തരം അടികിട്ടിക്കൊണ്ടിരിക്കുക. ഇറാനെ സംബന്ധിച്ച് ആവശ്യമില്ലാത്ത ഒരു പുലിവാല് പിടിച്ച് സുന്നികൾക്ക്, ലോകത്തുള്ള സുന്നി രാജ്യങ്ങൾ പോലും അവരെ സഹായിക്കാൻ ഇല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുകയാണ്. ഇപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഏറ്റവും പുതിയ വിവരം എന്ന് പറഞ്ഞാൽ പെൻറ്റഗണിൻ്റെ വക്താവ് സബ്രീന സിംഗ്, ഇപ്പോൾ ഇന്ത്യൻ വംശജയാണെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ സിംഗ് എന്ന് പറയത്തില്ല, സബ്രീന സിംഗിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നിട്ടുണ്ട്. അതായത് ഞങ്ങളുടെ കുറേ പട്ടാളക്കാർ, അമേരിക്കൻ ഭടന്മാർ, ഏതാനും 1000 ഭടന്മാരെ കൂടെ ഞങ്ങൾ അയച്ചിരിക്കുന്നു. നോക്കണേ, സാധാരണ ഞങ്ങളൊരു സൈനിക നീക്കമൊക്കെ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പറയാറില്ല. സബ്രീന സിംഗിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് ഞങ്ങളുടെ ഏതാനും 1000 ഭടന്മാർ കൂടി
ഈ സംഘർഷ മേഖലയിലേക്ക് മാറിയിരിക്കുന്നു. അടുത്ത സെൻറ്റൻസ് എന്നറിയോ? ഇപ്പോൾ 43,000 അമേരിക്കൻ പട്ടാളക്കാരായി. 43,000. അടുത്തത്, അതിനകത്ത് ഞങ്ങൾക്ക് കുറേ സൈനികരെ മാത്രമല്ല, ഞങ്ങൾ വിമാനങ്ങൾ അയച്ചിട്ടുണ്ട്. F-15E, F-16, F-22, A-10 അറ്റാക്ക് എയർക്രാഫ്റ്റ് തുടങ്ങിയവയുടെ ഒരു വ്യൂഹമുണ്ട്. അതുകൂടാതെ പറയുന്നു, ഞങ്ങളുടെ ഏറ്റവും വലിയ വിമാനവാഹിനിയായ USS അബ്രഹാം ലിങ്കൺ അത് മെഡിറ്ററേനിയൻ കടലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഓൾറെഡി USS ട്രൂമാൻ എന്ന് പറയുന്ന വിമാനവാഹിനി കപ്പലും അവിടെയുണ്ട്. എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ വലിയ സൈനിക നീക്കം പതുക്കെ ഈ മെഡിറ്ററേനിയൻ ഭാഗത്തേക്ക് വരികയാണ്. അതായത് എങ്ങാനും ഇറാൻ കയറി ഇസ്രായേലിൻ്റെ എന്തും മാന്തിയാൽ എന്ത് സംഭവിക്കും? അമേരിക്ക കയറി ഇറാനെ അടിക്കും. ഇറാൻ ഇത് നല്ല ബോധ്യമുണ്ട്. കാരണം എന്നറിയോ? ഇറാനെ സംബന്ധിച്ച് ഇറാൻ അമേരിക്കയുടെ ഉപരോധം കുറേ കാലമായി നേരിടുകയാണ്. വലിയ പ്രശ്നമാണ്. അവരുടെ പ്രസിഡന്റ് സഞ്ചരിക്കുന്ന വിമാനത്തിന് നട്ടും ബോൾട്ടും മേടിക്കാൻ പോലും ശേഷിയില്ല. ഒരു ശാസ്ത്ര സാങ്കേതിക സഹായവും പുറത്തൊരു രാജ്യത്തും കിട്ടുന്നില്ല അമേരിക്കയെ പിടിച്ചിട്ട്. അതുകൊണ്ട് അവർ സ്വയം ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ചില സൈനിക ഡെവലപ്മെൻറ്റ്സ് ഒക്കെ നടക്കുന്നുണ്ട്. അവർ ആണവ ശക്തിയാകാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ആണവ റിയാക്ടറൊക്കെ ഏതാണ്ടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനിയൊരു യുദ്ധം ഇറാന് നേരെ അമേരിക്കയോ ഇസ്രയേലോ ആക്രമിച്ചാൽ ആദ്യം അറ്റാക്ക് ചെയ്യുന്നത് ഇതുവരെ ഉണ്ടാക്കിയെടുത്ത ന്യൂക്ലിയർ ഡെവലപ്മെൻറ്റിലേക്കായിരിക്കുമെന്ന് കൃത്യമായി ഇറാൻ അറിയാം. അത് തകർക്കുക എന്നുള്ളത് എക്കാലത്തെയും അമേരിക്കയുടെയും യൂറോപ്പിൻ്റെയും ഇസ്രായേലിൻ്റെ ലക്ഷ്യമാണ്. അപ്പം ഇനി ഇറാൻ ഇടപെട്ടാൽ ഉറപ്പായും ഇറാനെ തകർത്ത് അവരുടെ ആണവായുധ ശേഷിയുടെ വക്ക് വരെ എത്തിയ ആ ഡെവലപ്മെൻറ്റിനെ മുച്ചൂടും മുടിച്ചു കളയുമെന്ന് ഇറാൻ അറിയാം. അതുകൊണ്ട് ഇറാന് ഈ യുദ്ധത്തിൽ ഇടപെടാതിരിക്കാനാണ് ഇറാൻ്റെ ഏറ്റവും വലിയ സാധ്യത. ഏതായാലും എനിക്ക് ഏറ്റവും സന്തോഷമായിട്ട് തോന്നിയത് മോദി ഇങ്ങനെ വിളിച്ചിട്ട് ബീബി അടിച്ചോട എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യക്കാരെ സംബന്ധിച്ച് അഭിമാനകരമാണ്. കുറേ ആളുകൾക്ക് ഇഷ്ടപ്പെടത്തില്ല, കാരണം അവരുടെ അമ്മാവൻ്റെ മക്കളൊക്കെ ഗസയിലുള്ളതുകൊണ്ട്. പക്ഷേ നമ്മളും ഇസ്രയേലും ഒരേപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടുന്നവരാണ്. ഏതായാലും ഭീകരവാദം ലോകത്ത് നിന്ന് അവസാനിക്കേണ്ടത് നമ്മുടെയും ആവശ്യമാണ്. നമുക്കൊരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇസ്രായേലിൻ്റെ പ്രതിരോധ മന്ത്രിയുടെ പേര് യോവ് ഗാലൻ്റ് ആണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. യോവ് ഗാലൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്. അവർ മെസ്സേജ് ഈസ് ക്ലിയർ, ഫോർ അസ് നോ പ്ലേസ് ഈസ് ടു ഫാർ. ഞങ്ങളുടെ സന്ദേശം വളരെ വ്യക്തമാണ്. ഞങ്ങളെ സംബന്ധിച്ച് ലോകത്തിലെ ഒരു സ്ഥലവും അധികം ദൂരത്തല്ല എന്ന് പറഞ്ഞാൽ, വേണ്ടി വന്നാൽ ഇറാനിലും ഞങ്ങൾ കയറും എന്ന് തന്നെയാണ് അതിൻ്റെ സന്ദേശം. അങ്ങനെ കയറാനുള്ള പ്രകോപനം ഇനി ഇറാൻ ഉണ്ടാക്കുമോ എന്നാണ് നമുക്കറിയേണ്ടത്.